ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ഒരിക്കൽ ഒരു മതപഠന ക്ലാസ്സിൽ അച്ഛൻ ചോദിച്ചു, ദൈവം എവിടെയാണെന്ന് പറയുന്ന കുട്ടിക്ക് ഒരാപ്പിൾ തരാം. ഉടനെ ജോസഫ് സാർത്തോ എന്ന സമർത്ഥനായ കുട്ടി ചാടി എഴുന്നേറ്റ് ചോദിച്ചു, അച്ഛാ, ദൈവം ഇല്ലാത്ത സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛന് 2 ആപ്പിൾ തരാം. ഈ കുട്ടിയാണ് പിന്നീട് മാർപ്പാപ്പയായ വിശുദ്ധ 10-ാം പിയൂസ് പാപ്പ. ദിവ്യകാരുണ്യത്തോട് അതീവ ഭക്തി പുലർത്തിയിരുന്നു അദ്ദേഹം. കുട്ടികൾക്ക് ദിവ്യകാരുണ്യ സ്വീകരണം നൽകുവാൻ പ്രോത്സാഹനം കൊടുത്തിരുന്നു. ഒരിക്കൽ സദസ്സിൽ വെച്ച് തളർവാദ രോഗിയായ ഒരു കുഞ്ഞിനെ അദ്ദേഹം കയ്യിലെടുത്തു. അത് കഴിഞ്ഞ് താഴെ നിർത്തി. ഇതാ കുട്ടി നടക്കാൻ തുടങ്ങി. മറ്റൊരു തളർവാദ രോഗി പാപ്പയെ കടന്ന് പിടിച്ചു. പിതാവ് പറഞ്ഞു, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്ത് സംഭവിച്ചെന്നോ? ആ രോഗി സുഖപ്പെട്ടു. ജീവിതകാലത്ത് തന്നെ ചരിത്രം നോക്കുമ്പോൾ ഇത്തരം നിരവധി അത്ഭുതങ്ങൾ ആ പാപ്പ പ്രവർത്തിച്ചിരുന്നു. സങ്കീർത്തനം 22:10 പറയുന്നു, അങ്ങയുടെ കൈകളിലേക്കാണ് ഞാൻ പിറന്നു വീണത്. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ അവിടുന്നാണ് എൻ്റെ ദൈവം. നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. നമ്മിൽ കൃപയൊഴുക്കുന്നത് ദൈവം തന്നെയാണ്. ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. എല്ലാവരെയും ദൈവസമക്ഷം സമർപ്പിച്ചുകൊണ്ട്, ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട്, ദൈവമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരുവാൻ അനേകരെ കൃപ കൊടുത്ത് നിറച്ച് അങ്ങയുടെ സന്നിധിയിൽ തന്നെ സൂക്ഷിക്കണമേ. ആമേൻ.